ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ടൊരു ഫുഡ് ഉണ്ടാക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ചായ 3 ദിവസം ഇവിടെ ഇല്ലായിരുന്നു, ഇന്ന് തിരിച്ചു വരുവാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാം. പോയതിൻ്റെ വലിയ വിഷമം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഇത് ലൈഫിലൊരു പാർട്ടായതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. മാസത്തിൽ 2 പ്രാവശ്യം ഇങ്ങനെ മാറി നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനും ഒരുവർ മാത്രം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എഗ് ഫ്രൈഡ് റൈസ് ആണ്, വിത്ത് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ചെയ്യുവാണ് കേട്ടോ. ബിരിയാണികളായാലും ഫ്രൈഡ് റൈസ് ആയാലും ഞാൻ ഉണ്ടാക്കാനും പഠിച്ചതും പെർഫെക്റ്റ് ആക്കിയതും ഒറ്റയ്ക്ക് നിന്നപ്പോഴാണ് കേട്ടോ. അതുകൊണ്ട് പുതിയ പുതിയ റെസിപ്പി കാണുമ്പോൾ അതെല്ലാം ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിന് എനിക്ക് മനസ്സിലായ കാര്യം, ഈ ബിരിയാണി സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെല്ലാം ഒരു ഇത് തന്നെ, കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഏറ്റവും കൂടുതൽ കുക്കറിൽ വെക്കുന്നതാണ് കുറച്ച് ഈസി, അതാണ് കൂടുതൽ ട്രൈ ചെയ്യുന്നത്. ഇന്നെല്ലാം അരിയെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് മിക്സപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ബസ്മതി റൈസ് ഒന്നും അല്ല, ഇവിടുത്തെ റൈസാണ്. അത് ബിരിയാണിക്കും പെർഫെക്റ്റ് ആണ്. വെജിറ്റബിൾസ് എല്ലാം സെറ്റായ ശേഷം മസാലയൊക്കെ ആഡ് ചെയ്തതാണ്. കിസ്മിസ് ക്യാഷ് ഓപ്ഷനാണ്, പക്ഷേ ഇന്ന് ഞാൻ ഉപയോഗിച്ചു. അതേപോലെ കോളിഫ്ലവർ സെപ്പറേറ്റ് വേണം വേവിക്കാതെ 3 എഗ്ഗാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ സോയാ സോസ് ഇടുന്ന ഒരു ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടി മാത്രം, ലേശം മാത്രം ഉപയോഗിക്കുക, ഒരുപാട് ആവരുത്, കയ്പായി പോവും. പിന്നെ എഗ്ഗിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെക്ഷനൊക്കെ തിരിച്ചിട്ട് എഗ്ഗ് ഇട്ടു. കുറച്ച് നേരം വെന്തതിന് ശേഷമാണ് കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ടത്. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് മണം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ റൈസും വെന്തോ. അതേപോലെ തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്, ദമ്മിങ് അല്ല കേട്ടോ. ഗീയും കൂടെ ചേർത്ത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ. ആ ഒരു മിക്സിലാണ് റൈസിലൊക്കെ മസാല നല്ലപോലെ പിടിക്കേണ്ടത്. അങ്ങനെ കുക്കിംഗ് കഴിഞ്ഞു. ഇന്ന് പിന്നെ ഇതിൻ്റെ വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ട് ഈ ചായം വരുന്നത് നല്ലപോലെ ക്യാച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടുപിടി ഓരോന്നും ചെയ്യുകയാണ് കേട്ടോ. ക്ലൈമറ്റ് നല്ല മോശമാണ്, ഉച്ച സമയമാണ് കേട്ടോ. ഈ ചായം വന്നു. ഒരുവരുടെ സന്തോഷം കൊണ്ടാണ്, ഇത്ര ദിവസം ഇല്ലാത്തതുകൊണ്ടാണ് എന്തോ അവനും ഭയങ്കര ഹാപ്പി എക്സൈറ്റഡ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിക്കാനോട്ടോ ഞങ്ങൾ ഒരുമിച്ച്. ഇനി അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോ വരാം. ടാറ്റാ ബൈ ബൈ ഫ്രം മംഗളാജന മൈസ്റ്റർ.